ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇവാൻ പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയാണ്. സൈക്കോളജിയിലെ ബിഹേവിയർ തിയറീസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. റഷ്യൻ ഫിസിയോളജിസ്റ്റ് ആയിട്ടുള്ള ഇവാൻ പാവ്ലോവ് ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഒരു ഡോഗിൽ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടാണ് ഇദ്ദേഹം ഈ ഒരു തിയറി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഒരു ലേണിംഗ് പ്രോസസ്സാണ്. ഒരു നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള സ്റ്റിമുലസും ഒരു എൻവയോൺമെൻറ്റൽ സ്റ്റിമുലസും തമ്മിലുള്ള അസോസിയേഷൻ വഴിയാണ് ഈ ഒരു ലേണിംഗ് പ്രോസസ്സ് ഒക്കർ ചെയ്യുന്നത്. ഈ രണ്ട് സ്റ്റിമുലിയും തമ്മിൽ ഒരു അസോസിയേഷൻ ഉണ്ടാകുന്ന സമയത്ത്, അതായത് ഒരു നാച്ചുറലി ഒക്കറിങ് സ്റ്റിമുലി തമ്മിലും ഒരു എൻവയോൺമെൻറ്റൽ സ്റ്റിമുലി തമ്മിലും ഒരു അസോസിയേഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു ലേൺഡ് റെസ്പോൺസ് ഉണ്ടാവും. ആദ്യം നമുക്ക് സ്റ്റിമുലസ് എന്താണെന്നുള്ളത് നോക്കാം. സ്റ്റിമുലസ് ഈസ് എ തിങ് ഓർ ആൻ ഇവൻറ്റ് ദാറ്റ് ഇവോക്ക് എ സ്പെസിഫിക് റിയാക്ഷൻ ഇൻ ആൻ ഓർഗൻ. ഒരു ഓർഗനിൽ എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനെയോ ആണ് നമ്മൾ സ്റ്റിമുലസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഹീറ്റ്, ചൂട് എന്നുള്ളത് ഒരു സ്റ്റിമുലസ് ആണ്. ഒരു നല്ല ഹീറ്റുള്ളൊരു സാധനത്തിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കൈ വലിക്കാറുണ്ട്. അതായത് കൈ വലിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു റിയാക്ഷനാണ്. ആ റിയാക്ഷൻ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ആ ഇവൻറ്റ് അല്ലെങ്കിൽ ആ ഒരു തിങ്ങിനെയാണ് നമ്മൾ സ്റ്റിമുലസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കൈ വലിക്കുന്നത് ഹീറ്റ് ഉണ്ടായതുകൊണ്ടാണ്. ഹീറ്റാണ് ഇവിടെ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ദെൻ റെസ്പോൺസ് എന്ന് പറയുന്നത്, റെസ്പോൺസ് ഈസ് എ റിയാക്ഷൻ ദാറ്റ് ആൻ ഓർഗാനിസം ഓർ എ മെക്കാനിസം ടു എ സ്പെസിഫിക് സ്റ്റിമുലസ്. സോ ഒരു സ്പെസിഫിക് സ്റ്റിമുലസിനോട് ഒരു ഓർഗാനിസം കാണിക്കുന്ന റിയാക്ഷനെയാണ് നമ്മൾ റെസ്പോൺസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഈ ഒരു തിയറി പഠിക്കുന്ന സമയത്ത് ഈ ബേസിക് ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റും അറിഞ്ഞിരിക്കണം, സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു തിയറിയിൽ ഇവാൻ പാവ്ലോവ് പറയുന്നത്, the reaction or response to an object or event, which means a stimulus, by a person or animal can be modified by learning or conditioning. അതായത് ഒരു ആനിമൽ അല്ലെങ്കിൽ ഒരു പേഴ്സണ് ഒരു സ്റ്റിമുലസിനോടുള്ള റിയാക്ഷൻ നമുക്ക് കണ്ടീഷനിങ് വഴിയോ അല്ലെങ്കിൽ ലേണിംഗ് വഴിയോ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് ഇവാൻ പാവ്ലോവ് പറയുന്നത്. സോ ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ലേൺഡ് ആണ്. അത് നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാമെന്നാണ് ഈ ഒരു തിയറിയിൽ ബേസിക് ആയിട്ട് പറയുന്ന കൺസെപ്റ്റ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയിൽ മെയിനായിട്ടും 4 കോമ്പണൻസ് ആണുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി ആയിട്ട്, അതായത് ഓട്ടോമാറ്റിക്കലി ഒരു റെസ്പോൺസിന് ട്രിഗർ ചെയ്യുന്ന ഫാക്ടറിനെയാണ് നമ്മൾ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് കോമ്പണൻറ്റ് ഈസ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി ഒക്കർ ചെയ്യുന്ന റെസ്പോൺസ്, അതായത് ലേൺഡ് അല്ലാതെ അൺലേൺഡ് ആയിട്ടുണ്ടാവുന്ന ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൽ ഉണ്ടാവുന്ന റെസ്പോൺസ് ആണ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. ഇനി തേർഡ് കോമ്പണൻ്റ് ആണ് കണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഒരു കണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു കണ്ടീഷൻഡ് റെസ്പോൺസ് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റിമുലസ് ആണ് കണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഈ ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് കൊടുത്തത് കാരണം ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ലേൺ ചെയ്തെടുത്തിട്ടുള്ള റെസ്പോൺസ് ആണ് കണ്ടീഷൻഡ് റെസ്പോൺസ്. കണ്ടീഷൻഡ് റെസ്പോൺസ് ഈസ് എ ലേൺഡ് റെസ്പോൺസ്. സോ ദീസ് ആർ ദ മെയിൻ കോമ്പണൻസ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇനി നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഡോഗിൽ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ഡോഗിലാണ് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇവാൻ പാവ്ലോവ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുന്ന ഡോഗിന് മുന്നിൽ ആദ്യം ഒരു ഫുഡ് ഐറ്റം വയ്ക്കും. ഫുഡ് ഐറ്റം എന്നുള്ളത് ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ഈ ഫുഡ് കാണുന്ന സമയത്ത് ഡോഗിൻ്റെ വായിൽ നിന്നും സലൈവേഷൻ വരും. ഫുഡ് കാണുമ്പോൾ ഡോഗിൻ്റെ വായിൽ നിന്ന് വെള്ളം വരാമെന്നുള്ളത് അത് നാച്ചുറലി സംഭവിക്കുന്ന ഒരു റെസ്പോൺസ് ആണ്. അതായത് അതൊരു അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. ഏതൊരു പട്ടിക്ക് ഫുഡ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എല്ല് കണ്ടു കഴിഞ്ഞാൽ വായിൽ നിന്ന് വെള്ളം വരും. അതൊരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്, നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഒരു സ്റ്റിമുലസ് ആണ്. ഇത് ചെയ്യുന്നത് ഇവാൻ പാവ്ലോവ് ഒരു ബെല്ലടിക്കും. ബെല്ലടിക്കുന്ന സമയത്ത് ഡോഗിന് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഇത് രണ്ടും ബിഫോർ കണ്ടീഷനിങ് സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഡ്യൂറിങ് കണ്ടീഷനിങ് എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് ഇവാൻ പാവ്ലോവ് ചെയ്യുന്നത്, ഡോഗിന് ഫുഡ് കൊടുക്കുന്നതിന് മുൻപ് ഒരു ബെല്ലടിക്കും. ബെല്ലടിച്ചിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഫുഡ് കാണുന്ന സമയത്ത് ഡോഗിൻ്റെ വായിൽ നിന്നും സലൈവേഷൻ ഉണ്ടാവും. അത് ഈ ഫുഡ് കണ്ടതുകൊണ്ടാണ്. ഇത് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. അതായത് ബെല്ലടിക്കും, ഫുഡ് കൊടുക്കും, ബെല്ലടിക്കും, ഫുഡ് കൊടുക്കും. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് കുറച്ച് നാൾ ചെയ്യും. പിന്നെ അതിനുശേഷം ആഫ്റ്റർ കണ്ടീഷനിങ് ഇവാൻ പാവ്ലോവ് ബെല്ലടിക്കും. അപ്പോൾ ബെല്ലടിക്കുക എന്നുള്ളത് ഇവിടെ ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? ബെല്ലിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഡോഗിൻ്റെ വായിൽ നിന്നും സലൈവേഷൻ വന്നു.
അതായത് ഡോഗ് ഇവിടെ കണ്ടീഷൻഡായി. ഡോഗിനറിയാം ബെല്ലടിച്ചാൽ അടുത്തത് വരാൻ പോകുന്നത് ഫുഡാണ്. എപ്പോഴും ഫുഡ് കിട്ടുന്നതിന് മുന്നായിട്ട് ബെല്ലടിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ബെല്ലടിച്ചാൽ ഉറപ്പായിട്ടും ഫുഡ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ബെല്ലിൻ്റെ അടി കേട്ടപ്പോൾ തന്നെ ഡോഗിൻ്റെ വായിൽ നിന്നും സലൈവേഷൻ ഉണ്ടായി. അതായത് ഇവിടെ ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് കൊടുത്ത സമയത്ത് ഡോഗിന് ഓട്ടോമാറ്റിക്കായിട്ടൊരു കണ്ടീഷൻഡ് റെസ്പോൺസ് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ബെല്ലടി കേട്ടപ്പോൾ തന്നെ ഫുഡ് കാണാതെ തന്നെ ഈ ഒരു പട്ടിക്ക് സലൈവേഷൻ വന്നു. അതായത് അവിടെ ഒരു കണ്ടീഷൻഡ് റെസ്പോൺസ് ഫോം ചെയ്ത് കഴിഞ്ഞു. സോ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ മെയിനായിട്ട് 3 സ്റ്റേജസ് ആണുള്ളത്: ബിഫോർ കണ്ടീഷനിങ്, ഡ്യൂറിങ് കണ്ടീഷനിങ് ആൻഡ് ആഫ്റ്റർ കണ്ടീഷനിങ്. ബിഫോർ കണ്ടീഷനിങ് നമ്മൾ ഫുഡ് കൊടുക്കുന്നു. ഫുഡ് എന്നുള്ളത് ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് സലൈവേഷനാണ്. അതൊരു അൺകണ്ടീഷൻഡ് റെസ്പോൺസും ആണ്. ഇനി ബിഫോർ കണ്ടീഷന് നമ്മൾ ബെല്ലടിക്കുന്നുണ്ട്, അതൊരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. അവിടെ ഒരു റെസ്പോൺസും ഇല്ല. ബെല്ല് കേൾക്കുമ്പോൾ പട്ടിക്ക് പ്രത്യേകിച്ച് ഒരു റെസ്പോൺസും ഇല്ല. ഇത് രണ്ടുമാണ് ബിഫോർ കണ്ടീഷനിങ് സമയത്ത് നടക്കുന്നത്. ഇനി ഡ്യൂറിങ് കണ്ടീഷനിങ് നമ്മൾ ബെല്ലടിക്കുന്നു പ്ലസ് ഫുഡ് കൊടുക്കുന്നു. ഇവിടെ ബെല്ല് എന്നുള്ളത് ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്, ഫുഡ് എന്നുള്ളത് ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അപ്പോൾ ഇവിടെ റെസ്പോൺസ് ആയിട്ട് സലൈവേഷൻ ഉണ്ടാവുന്നുണ്ട്. ഈ സലൈവേഷൻ എന്ന് പറയുന്നത് ഒരു അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ് ഡ്യൂറിങ് കണ്ടീഷനിങ്ങിൽ. കാരണം ഇവിടെ പട്ടി ഫുഡ് കണ്ടതുകൊണ്ടാണ് ഈ സലൈവേഷൻ ഉണ്ടായിട്ടുള്ളത്. ഇനി ആഫ്റ്റർ കണ്ടീഷനിങ് എന്താ സംഭവിക്കുന്നത്? ബെല്ല് മാത്രം കൊടുത്തു. ബെല്ല് എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ഈ ബെല്ല് കണ്ടപ്പോൾ തന്നെ പട്ടിക്ക് സലൈവേഷൻ ഉണ്ടായി. ആൻഡ് ദ സലൈവേഷൻ ഈസ് എ കണ്ടീഷൻഡ് റെസ്പോൺസ്. ഓക്കെ, ഇങ്ങനെ കണ്ടീഷനിങ് വഴി ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ റെസ്പോൺസ് നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാമെന്നാണ് ഈ ഒരു തിയറി വഴി ഇദ്ദേഹം പറയുന്നത്. സോ ദ ബേസിക് അസംഷൻ ഈസ് ഹ്യൂമൻ ബിഹേവിയർ ഈസ് ലേൺഡ്. ഒരു ഓർഗാനിസത്തിൻ്റെ ലേണിംഗ് എന്നുള്ളത് അതിൻ്റെ എൻവയോൺമെൻറ്റുമായിട്ടുള്ള ഇൻ്ററാക്ഷൻസ് വഴിയാണ് ഉണ്ടാവുന്നതെന്നാണ് ഇവാൻ പാവ്ലോവ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു തിയറി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.